പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂയി മോൺഫർട്ട് പറയുന്നു, ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോകയില്ല. ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. വചനമായി ഈശോയെ ആരാധിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ടും മനുഷ്യരക്ഷയുടെ ചരിത്രം ഈശോയുടെ ജീവിതം ആഘോഷിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ടും ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് ജപമാല ഒഴിവാക്കാനാവില്ല. ലയോ 13 പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. തിരുസഭ ഓർമ്മിപ്പിക്കുന്നു, ജപമാല സുവിശേഷങ്ങളുടെ സംഗ്രഹമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ പ്രവചനം ഓരോ പ്രാവശ്യം ജപമാല പ്രാർത്ഥിക്കുമ്പോഴും പൂർത്തീകരിക്കപ്പെടുന്നു. നാം അനുഗ്രഹിക്കപ്പെടുന്നു. റൊമാനോ ഗാർദിനി പറഞ്ഞു, ജപമാല എന്നതിൻ്റെ അർത്ഥം മറിയത്തിൻ്റെ ജീവിത മണ്ഡലത്തിൽ തങ്ങി നിൽക്കുക എന്നതാണ്. അതിൻ്റെ ഉള്ളടക്കമാകട്ടെ ക്രിസ്തുവും. തൊഴിലാളികളുടെയും കൈത്തൊഴിൽക്കാരുടെയും അപ്പസ്തോലനായ വാഴ്ത്തപ്പെട്ട അഡോൾഫ് കോൾപിൻ, ദൈവം മനുഷ്യവംശത്തിനൊരു യുവതിയെ അല്ല, പിന്നെയോ ഒരമ്മയെയാണ് നൽകിയത്. ദൈവമക്കളെ, ആ അമ്മയെ വിളിച്ച് ദൈവകരങ്ങളിൽ കൂടുതൽ സുരക്ഷിതരാകുകയാണ്. ഓരോ പ്രാവശ്യം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ധാരാളമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോ പരിശുദ്ധ അമ്മ വഴി നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.